ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലൂടെ എല്ലാവർക്കും സ്വാഗതം. ബി ഡിസൈനിങ് പോലെയുള്ള പ്രോഗ്രാം കോഴ്സുകൾ നിങ്ങൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടിയും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുക. കാരണം എവറി ഡേ നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. എക്സാംസുകളുടെ ആയിക്കോട്ടെ, സ്കോളർഷിപ്സുകളായിക്കോട്ടെ, ഓരോ അലോട്ട്മെന്റിനെ റിലേറ്റഡ് ആയിട്ടും എല്ലാം നമ്മൾ ന്യൂ അപ്ഡേഷൻസ് വരുന്നത് അറ്റ് എ ടൈം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താണ് ഈ ഒരു എക്സാം? ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകളിലൊന്നായ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആണ് അവിടുത്തെ പ്രശസ്തമായ ഒരു ബിരുദ ഡിസൈനിങ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നടത്തുന്ന പരീക്ഷയാണ് ലുപ്നെസ്റ്റ്, അതായത് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ദെൻ ഇത് ഡിസൈനിങ് അല്ലെങ്കിൽ BSc ഡിസൈനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രവേശന പരീക്ഷയായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായും ഇത് പരിഗണിക്കുന്നുണ്ട്. ഇപ്പൊ ലുപ്നിസ്റ്റ് വർഷത്തിൽ പല ഘട്ടങ്ങളായിട്ട് ഓൺലൈൻ വഴിയാണ് ഈ ഒരു എക്സാം നടത്താറ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അപേക്ഷ നടപടികൾക്കായിക്കോട്ടെ, കരിയർ ഗൈഡൻസിനെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിനകത്ത് പോയി കഴിഞ്ഞാൽ ഇൻസൈറ്റ് 360 എന്ന് സ്പേസ് ഇല്ലാതെ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഇതിനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ലുപ്നിസ്റ്റ് എക്സാം UG ഡിസൈനിങ് എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന യോഗ്യതകൾ ഇനി നിർബന്ധമായിട്ടും അവർ പാലിച്ചിരിക്കണം. ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം. ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപേക്ഷകൻ അംഗീകൃത ബോർഡുകളിലെ CBSEയോ അല്ലെങ്കിൽ CICC സംസ്ഥാന ബോർഡുകൾ മുതലായവയിൽ +2 എക്സാം പാസ്സാവുകയോ അല്ലെങ്കിൽ ഈ വരുന്ന അക്കാദമിക് ഇയറിലെ 2026 എക്സാം എഴുതാൻ പോകുന്നവരോ ആയിരിക്കണം. ഇനി +2 പരീക്ഷയിൽ കുറഞ്ഞത് ഒരു 60% മാർക്ക് നേടിയവരായിരിക്കണം. കൂടാതെ ഒരു വിഷയം ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് അവരതിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുകയും വേണം. ഇതൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ സിക്കിമിലെയും വിദ്യാർത്ഥികൾ, പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ ആശ്രിതര് അല്ലെങ്കിൽ കാശ്മീർ കുടിയേറ്റവരുടെ ആശ്രിതര് എന്നിവർക്കെല്ലാം മാർക്കിൽ ഒരു 5% അവര് ഇളവ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപേക്ഷ ഫോം ഓൺലൈൻ വഴി നിങ്ങൾക്ക് ലഭിക്കും. ഇൻസൈറ്റ് 360 ആപ്പ് വഴി സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. നോർമലി ഇത്തരത്തിലുള്ള എക്സാംസുകൾ അപ്ലൈ ചെയ്യാനും സ്കോളർഷിപ്സിന് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ കുട്ടികൾക്ക് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. പലർക്കും നല്ല മടിയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മുടെ ഇൻസൈറ്റ് 360 ആപ്പിന്റെ മെന്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിനകത്ത് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ആ സപ്പോർട്ട് സിസ്റ്റം വഴി നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, എക്സാം ആപ്ലിക്കേഷൻസ് ആയാലും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസ് ആയാലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സിംഗിൾ ക്ലിക്കിൽ നമുക്ക് സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഡിസംബർ 1 മുതൽ ഒരു ജാനുവരി 15 വരെയാണ് സ്ലോട്ട് ബുക്കിംഗ്. സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സ്ലോട്ടിൽ തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിംഗ് ആയിരിക്കണം. സ്ലോട്ട് ബുക്കിംഗ് ചെയ്തത് പിന്നെ നമുക്കൊരു റീചേഞ്ചിങ്ങിനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്ന് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ പരീക്ഷാ രീതികൾ നമുക്ക് നോക്കാം. റിമോട്ട് പ്രൊഡക്റ്റേഴ്സ് പരീക്ഷ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. ഡിസംബർ 15 മുതൽ 2026 ഫെബ്രുവരി 5 വരെയാണ് നടക്കുന്നത്. ദെൻ ടെസ്റ്റ് സെന്റർ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകൾ വരുന്നത് 2026 ജനുവരി 20 മുതൽ ഫെബ്രുവരി 5 വരെയാണ് വരുന്നത്. ദെൻ ഫലപ്രഖ്യാപനം ഏകദേശം ഒരു ഫെബ്രുവരി 5 അല്ലെങ്കിൽ മാർച്ചിലായിട്ടാണ് വരിക. അത് കഴിഞ്ഞ് 1ാം ഘട്ടം കൗൺസിലിംഗ്, ദെൻ സെക്കൻഡ് റൗണ്ട് കൗൺസിലിംഗ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറുകൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പം നോർമലി ഈ പറയുന്ന ഡേറ്റുകളിൽ എക്സാമിൻ്റെ ഡേറ്റ് അല്ലാതെ വരുന്ന കൗൺസിലിംഗ് ഡേറ്റുകളും റിസൾട്ട് വരുന്ന ഡേറ്റുകളെല്ലാം ചിലപ്പോൾ ചേഞ്ചസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റാണ് നമ്മൾ പറയുന്നത്. ചേഞ്ചസ് വരുന്നതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനകത്ത് നമ്മുടെ ഇൻസൈറ്റ് 360യുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ഇൻബോക്സിൽ പ്രൈവറ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പരീക്ഷാ രീതികളും ഘടനയും നമുക്കൊന്ന് നോക്കാം. ലുപ്നിസ്റ്റ് UG ഡിസൈനിങ് എക്സാം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ് മെയിൻലി നടക്കുന്നത്. മൊത്തം ഒരു 150 മിനിറ്റ്സ് ആണ് ഈ പരീക്ഷയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി, അതായത് ഫസ്റ്റ് ദൈർഘ്യം 90 മിനിറ്റ് ആണ് അതിന്റെ വരുന്നത്. മൊത്തം മാർക്ക് 120 മാർക്കാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 2 മാർക്കാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 60 ചോദ്യങ്ങളാണ് ഈ വിഷയങ്ങളിൽ മറ്റുള്ള വിഷയങ്ങൾ വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് അനലിറ്റിക്കൽ റീസണിങ് അതിലൊരു 30 മാർക്കും
30 ചോദ്യങ്ങൾ 15 ചോദ്യങ്ങൾ 30 മാർക്കാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ എബിലിറ്റി കോംപ്രിഹെൻഷൻസും അതിനകത്ത് നമുക്കൊരു 25 ചോദ്യങ്ങളും 50 മാർക്കും വരും. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിലൊരു 10 ചോദ്യങ്ങളും 20 മാർക്കാണ് വരിക. പിന്നെ വരുന്നതാണ് ഡിസൈൻ ആൻഡ് തിങ്കിങ്, അതിലൊരു 10 ചോദ്യങ്ങളും 20 മാർക്കാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ആണ്. അതിൽ 60 മിനിറ്റ് ആണ്, മൊത്തം മാർക്ക് 80 മാർക്കാണ്. ചോദ്യത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ വിഷയം എന്ന് പറയുന്നത് ഡിസൈനിങ് അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ എന്നിവയിൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാവുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതുപോലെ തന്നെ പരീക്ഷാ ദിവസം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് ആയിട്ടുണ്ടായിരിക്കണം. ഐഡൻറ്റിറ്റി പ്രൂഫ്, തിരിച്ചറിയൽ രേഖ ഒറിജിനലും സ്കാൻ ചെയ്ത കോപ്പിയും ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷാ ഫോമിൻ്റെ സ്കാൻ ചെയ്ത കോപ്പിയും ഉണ്ടാവണം. എക്സാമിൽ നമ്മൾ ഇരിക്കുന്ന സമയം നമുക്ക് അനുവദീയമല്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക്സ് വാച്ചുകൾ, മൊബൈൽ ഫോണുകൾ, മറ്റ് ടെക്സ്റ്റൈൽ മെറ്റീരിയലുകൾ, ഇതൊന്നും നമുക്ക് അലൗഡഡ് അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഓൺലൈൻ ആണെങ്കിലും റഫ് വർക്കിനായിട്ട് പെൻസിലും പേപ്പറൊക്കെ കരുതാം, അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ലുക്നിസിൻ്റെ ഡിസൈനിങ് കോഴ്സിലേക്കുള്ള പ്രധാന തീയതികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓൺലൈൻ അപേക്ഷ 2025 സെപ്റ്റംബർ 30 മുതൽ തുടങ്ങി ജനുവരി 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന സമയം നിലവിലുണ്ട്. ഏറ്റവും എൻഡ് ഓഫ് ദ ടൈമിലോട്ട് നിങ്ങൾ നിൽക്കാതെ ഒരു പക്ഷേ സൈറ്റെല്ലാം ക്രാക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ താല്പര്യം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ LPU ഡിസൈനിങ് കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിന് സ്കോളർഷിപ്പ് കരസ്ഥമാക്കുകയും ഈ പരീക്ഷയിലെ പ്രകടനത്തിനനുസരിച്ചിട്ടാണ് അവരത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്.